വിഷുവിന് കണി കണ്ടുണരുവാൻ വെള്ളരിയുമായി കുടുംബശ്രീ പത്തനംതിട്ട ജില്ലയിൽ വിഷു വിപണി മുന്നിൽ കണ്ട് 22 ഏക്കറിലാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വെള്ളരി കൃഷി നടത്തിയത്. കാണാമിനി കുടുംബശ്രീയുടെ കണി വെള്ളരി കൃഷിയുടെ വിശേഷങ്ങൾ. ജില്ലയിൽ 22 ഏക്കറിലാണ് കുടുംബശ്രീ കണിവെള്ളരി കൃഷി ഒരുക്കിയത്. കുടുംബശ്രീ ചന്ത തയ്യാറാക്കി വെള്ളരിയുടെ വിപണനവും ഉറപ്പാക്കി. വിവിധ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 69 കൂട്ടുത്തരവാദിത്ത ഗ്രൂപ്പുകൾ സൃഷ്ടിച്ചായിരുന്നു കൃഷി. ഇതര സംസ്ഥാനത്തു നിന്നെത്തുന്ന കണിവെള്ളരിക്ക് പകരം സ്വന്തം നാട്ടിൽ തന്നെ വിഷുക്കണി ഒരുക്കിയിരിക്കുകയാണ് കുടുംബശ്രീ. ഇപ്പം ഈ വിഷുവിന് നമുക്കൊരു പ്രത്യേകതയുള്ളത്, നമ്മുടെ ഒരു സംരംഭകർ തന്നെ, അതായത് 4 പേര് അടങ്ങിയിരിക്കുന്ന ആ ഗ്രൂപ്പ് ചെയ്ത സംരംഭത്തിൽ നിന്ന് തന്നെ കണിവെള്ളരി കൊണ്ടുവന്നാണ് ഈ ആനിക്കാട്ടിലെ എല്ലാവരും കണി കാണാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. കുടുംബശ്രീ കൃഷിക്കായി വായ്പയും ഗ്രൂപ്പുകൾക്ക് ലഭ്യമാക്കി. സബ്സിഡിയോടുകൂടിയാണ് ലോൺ അനുവദിച്ചിരുന്നത്. കുടുംബശ്രീ അംഗങ്ങൾക്ക് മികച്ച വരുമാനം കൂടിയാണ് നവീന കൃഷിരീതി. എത്ര പേര് കൂടിയാണ് സംഘം വരുന്നത്? ഞങ്ങൾ 4 പേര് കൂടി ഒരു ഗ്രൂപ്പായിട്ടാണ് ഈ കണിവെള്ളരി തുടങ്ങിയത്. വിഷുവിനെ ഉദ്ദേശിച്ചാണ് ഇത് തുടങ്ങിയത്. ഇന്നത് കുടുംബശ്രീയുടെ ചന്തയിൽ വിൽക്കും, പിന്നെ അടുത്തുള്ള വീടുകളിലൊക്കെ കൊടുക്കും. ഞങ്ങൾക്കൊരു വരുമാന മാർഗമാണിത്. കണിവെള്ളരിക്ക് പുറമെ വിവിധയിനം കൃഷികളും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ ചെയ്തു വരുന്നു. പത്തനംതിട്ടയിൽ കാർഷിക മേഖലയിൽ കുടുംബശ്രീ വലിയ മുന്നേറ്റമാണ് നടത്തുന്നത്. ക്യാമറമാൻ അഖിലേഷ് കുടമോടൊപ്പം സുജു ടി ബാബു, കേരള ന്യൂസ്, പത്തനംതിട്ട.